ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. CPI സംസ്ഥാന കൗൺസിൽ അംഗം കെ പ്രഭാകരന്റെ വിയോഗത്തിൽ പ്രമുഖർ അനുശോചനം അറിയിച്ചു. CPI പ്രസ്ഥാനത്തിനും വണ്ടൂരിനും നികത്താനാവാത്ത വിടവാണ് പ്രഭാകരന്റെ വിയോഗത്തിലൂടെ ഉണ്ടായതെന്ന് നേതാക്കൾ പറഞ്ഞു. AP അനിൽകുമാർ MLA ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ പ്രഭാകരന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം, അതുപോലെ മുൻ പഞ്ചായത്ത് മെമ്പറും, വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും സജീവമായി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രഭാകരൻ്റെ വേർപാട് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഏറ്റവും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന സമയത്താണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അകാലത്തിൽ ഈ വേർപാട് സംഭവിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായ ഒന്ന് എന്നുള്ളത് തന്നെ വളരെയേറെ മനസ്സിന് പ്രയാസം തോന്നിയ ഒരു വേർപാടാണ്. തീർച്ചയായിട്ടും CPIയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് CPIയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് മുഴുവൻ സമയം ഓടി നടന്ന്, ആരോഗ്യം പോലും നോക്കാതെ ഓടി നടന്ന് പൊതുപ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്ന പ്രഭാകരൻ്റെ വേർപാട് അത് അങ്ങേയറ്റം വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഈ വലിയ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ CPIക്ക് ഉണ്ടായിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഉള്ള വേർപാടും നഷ്ടവും വളരെ വലുതാണ്. ആ ദുഃഖത്തിലും പങ്കുചേർന്ന് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായും ATUCയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായും വളരെ സജീവമായി പാർട്ടി നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് സഖാവ് പ്രഭാകരൻ്റെ ആകസ്മികമായ നിര്യാണം ഉണ്ടാകുന്നത്. ഏതാണ്ട് 30 വർഷക്കാലത്തെ വ്യക്തിപരമായ അടുത്ത സൗഹൃദ ബന്ധവും സംഘടനാ ബന്ധവുമാണ് സഖാവ് പ്രഭാകരനുമായിട്ടുണ്ടായിരുന്നത്. ഒരു കുടുംബാംഗത്തെ പോലെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഏറ്റവും അടുത്ത് ഇടപെടുകയും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു പോകുന്ന ഉത്തമനായ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സഖാവായിരുന്നു പ്രഭാകരൻ. ഏറ്റെടുക്കുന്ന ഏത് വിഷയങ്ങളോടും വളരെ ആത്മാർത്ഥമായി പ്രതികരിക്കാനും ആ പ്രശ്നങ്ങളൊക്കെ വിജയകരമായി ലക്ഷ്യത്തിലെത്തിക്കുന്നതിലും വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ഈ അടുത്ത കാലത്തായി മലപ്പുറം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 മണ്ഡല കമ്മിറ്റി ഓഫീസുകൾ നിർമ്മിക്കുകയും നിലമ്പൂരിലും വണ്ടൂരിലും ആ നിർമ്മാണം പൂർത്തീകരിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായി ഈ 2 ഓഫീസുകളുടെയും സഖാവ് പ്രഭാകരൻ്റെ കഠിനമായ പരിശ്രമത്തിലും നേതൃത്വ പാഠവും കൊണ്ടുമാണ് സമയബന്ധിതമായി ഈ 2 പാർട്ടി ഓഫീസുകളും നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. ഈ മേഖലകളിൽ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും ദുർബലമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മറ്റാരെക്കാൾ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു സഖാവ് പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ അകാല ഏർപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുക. പ്രഭാകരൻ്റെ വിയോഗം മലപ്പുറം ജില്ലയ്ക്കും പ്രത്യേകിച്ച് വണ്ടൂർ ഏരിയയ്ക്കും ഒരു നല്ല പൊതുപ്രവർത്തകനെയാണ് എൻ്റെ വിടവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വേർപാട് അനുശോചനം രേഖപ്പെടുത്തുകയും ആത്മാവിൻ്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് സഖാവ് പ്രഭാകരൻ്റെ വേർപാടിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കാനും ഈ മണ്ഡലത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നേതൃത്വപരമായ പങ്കാണ് പ്രഭാകരൻ വഹിച്ചിരുന്നത്. ആ കുറവ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായും നിഴലിക്കും. അതിനെ മറികടക്കുക എന്നുള്ളത് വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. സഖാവ് പ്രഭാകരേട്ടൻ്റെ മരണം വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ കനത്ത നഷ്ടം തന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതിൽ നല്ല ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന ഒരാളാണ്. അത് തീർച്ചയായും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അപരിഹമായ ഒരു വിടവാണ് ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെല്ലാം ദുഃഖത്തിലാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ദിവസമായി വ്യത്യാസമുള്ള നിലയിലായിരുന്നു അത്. നിരവധിയായ അവസരങ്ങളിൽ ഇതുപോലെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നപ്പോഴും
അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പൊതുരംഗത്ത് വളരെ സജീവമായി നിന്നൊരു സഖാവായിരുന്നു പ്രഭാകരൻ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടൂർ നിലമ്പൂർ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൂന്യത പാർട്ടിക്ക് താങ്ങാനാവുന്നതിനപ്പുറത്താണ്. വളരെ ആത്മാർത്ഥതയുള്ളൊരു സഖാവ് എന്ന നിലയ്ക്കാണ് ഞങ്ങളെല്ലാവരും സഖാവ് പ്രഭാകരനെ നോക്കുന്നത്. പാർട്ടി കാര്യങ്ങളിൽ കണിശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും പാർട്ടി തീരുമാനം നടപ്പാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ശ്രമിച്ചിരുന്ന കറകളഞ്ഞ ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ്. തീർച്ചയായും നിരന്തരമായി ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങളെല്ലാം സൂചിപ്പിക്കുമ്പോഴും അതെല്ലാം ഒരു ദിവസം നടക്കും, അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതില്ല, അതുവരെ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലമ്പൂരിലും അതുപോലെ തന്നെ വണ്ടൂരിലും ഒരാസ്ഥാനമെന്ന സേക്കളുടെ ദീർഘകാലമായിട്ടുള്ള സ്വപ്നം പൂവണിയാൻ അദ്ദേഹത്തിന് വഹിച്ചിട്ടുള്ള പങ്ക് തെരഞ്ഞെടുപ്പിൽ ഓർത്തുപോകുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതീവ ദുഃഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വണ്ടൂർ രാഷ്ട്രീയത്തിൽ എടുത്തു പറയേണ്ട രാഷ്ട്രീയക്കാരെ കൂട്ടത്തിൽ മികവുറ്റ പ്രവർത്തനം നടത്തിയ ഒരാളാണ് പ്രിയപ്പെട്ട പ്രഭാകരേട്ടൻ. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തിച്ച ഒരാളാണ്. ഇവിടെ രാഷ്ട്രീയ രംഗത്ത് വന്ന എല്ലാ വളരെ കർശനമായി ഇടപെടുന്ന ചില വിഷയങ്ങളിൽ പ്രഭാകരൻ്റെ ഓരോ വാക്കുകൾ, അത് ഞാൻ ആർക്ക് വേണ്ടിയാണോ നിൽക്കുന്നത് അതിൽ ആരുടെ മുഖവും നോക്കാതെ ഏത് കാര്യങ്ങളും കൃത്യമായി തൻ്റെ അഭിപ്രായം, നിലപാട് ആരെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് പ്രഭാകരൻ. പ്രഭാകരൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഞാൻ ആ പറയുന്ന വിഷയത്തിൽ അത് ഇടപെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി പറയുമ്പോൾ അതിൻ്റെ ഒരു മറുചേരി ഉണ്ടാവും, മറുഭാഗം ഉണ്ടാവും. അയാൾക്ക് എന്ത് തോന്നുന്നോ ആ വിഭാഗത്തിന് എന്താകുമെന്നോ പ്രഭാകരന്റെ വിഷയമല്ല. പറഞ്ഞാൽ പറഞ്ഞ വാക്ക്, നിലപാട് പറയാൻ ഒരു രാഷ്ട്രീയക്കാരെ കൂട്ടത്തിൽ ഇത്ര അധികം നന്നായി പറയാൻ, പ്രവർത്തിക്കാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും ശ്രേഷ്ഠമായ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പ്രിയപ്പെട്ട പ്രഭാകരേട്ടൻ. വണ്ടൂരിന് തീരാ നഷ്ടമാണ്. CPI എന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും നികത്താൻ കഴിയാത്ത, അദ്ദേഹത്തോടൊപ്പം നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വെക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗമാണ് പാർട്ടി എന്ന നിലക്ക് അവിടെ നടന്നത്. പക്ഷെ പ്രഭാകരന്റെ ചില വിഷയങ്ങൾ, ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, വണ്ടൂരിലെ ഓട്ടോറിക്ഷക്കാരുമായി ബന്ധപ്പെട്ട ഒരു ടാക്സി സ്റ്റാൻഡിന്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ആ നിലപാടിൻ്റെ ഒപ്പം നിന്ന് തൊഴിലാളിക്ക് വേണ്ടി ശബ്ദിക്കുന്ന സമയത്ത് വണ്ടൂർ CI വിളിച്ചു ചേർത്ത ഒരു അനുരഞ്ജന സംഭാഷണത്തിനകത്ത് വളരെ മോശമായ രീതിയിലേക്ക് വഴിവിട്ടു പോകുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം മറ്റൊരു രീതിയിലേക്ക് ഇത് പോകുന്നുണ്ടോ എന്ന് സംശയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടും ചില വാക്കുകളുമുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന അധികാര സ്ഥാനത്തിൽ ഒരാൾ പോലും മിണ്ടാൻ മടിച്ച, അല്ലെങ്കിൽ അടുത്തൊരു വാക്ക് പറയാനും പോലും മടിച്ച ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ വളരെ നിരാശപ്പെട്ട് തിരിച്ചു പോരുന്നൊരവസ്ഥയത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, വാക്ക്, നിലപാട്, ഉടനെ തന്നെ അങ്ങനെയൊക്കെ കർശനമായി നിന്ന CI വീണ്ടും ഞങ്ങളോട് പറഞ്ഞൊരു ഒറ്റ വാചകം എന്താ അറിയാം, ഞാനൊന്ന് പഠിക്കട്ടെ എന്നാണ്. അപ്പൊ എന്താ, ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോലും താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനെ അതേപോലെ തന്നെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അചഞ്ചലമായി, കൃത്യമായി, വളരെ കറക്റ്റായി സംസാരിച്ച് പോയിന്റ് പറഞ്ഞ് കൃത്യതയോടുകൂടി പെരുമാറുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രഭാകരൻ. അതുകൊണ്ട് തന്നെ പ്രഭാകരൻ നിൽക്കുന്ന ഭാഗത്ത് ഏത് സമയത്ത് വന്നാലും ശരി അന്തസ്സോടെ, അഭിമാനത്തോടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയിൽ വളരെ വ്യക്തമായി നിൽക്കാൻ പറ്റുന്ന
ഇന്ന് എടുത്തു പറയേണ്ട രാഷ്ട്രീയക്കാരെ കൂട്ടത്തിൽ ഒരാളുടെ വിയോഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ ഇല്ലായ്മയാണ് ഇനി വലിയ ശൂന്യത ആ ഭാഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുരംഗത്തുള്ള ആളുകൾക്ക് വണ്ടൂരിൻ്റെ ചരിത്രപരമായ ഒരുപാട് വികസന പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായി രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് കൃത്യമായി മനുഷ്യന്റെ ആന്ധ്രതയുള്ള മനസ്സ്, ഒരു ഇടങ്ങേറിലോരെ കണ്ട അതിന് വേണ്ടിയിട്ട് ഒരു കൊട്ടനുറുപ്പ്യൻ്റെ സഹായമില്ല എങ്കിൽ പോലും അതിൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറായ ധീരമായ ഒരു സഖാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ വിയോഗം വണ്ടൂരിന് എന്നും കൃത്യമായി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്കനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.